ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. കുട്ടികളെ, നമുക്കിന്ന് ബോൺസായി എന്ന കവിത പഠിക്കാം. സുധാ ഉപാധ്യായ് എഴുതിയ കവിതയാണ് ബോൺസായി. ഇതിൽ കവയത്രി ബോൺസായിയുടെ പ്രത്യേകതകളും അതിൻ്റെ മോശം അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ബോൺസായി എന്നുള്ളത് ഒരു ജപ്പാൻ ഭാഷയിലെ പദമാണ്. ബോൺസായി എന്നതിൻ്റെ അർത്ഥം ചെറിയ ചെടി എന്നാണ്. നമുക്ക് നോക്കാം. തുമ്നെ ആംഗൻ സെ ഗോദ്കർ. തുമ്നെ നിങ്ങൾ, ആംഗൻ സെ മുറ്റത്തു നിന്ന്, ഗോദ്കർ കിളച്ചെടുക്കുക. നിങ്ങൾ എന്നെ മുറ്റത്തു നിന്ന് കിളച്ചെടുത്തിട്ട്, മുझे ലഗാ ദിയ സുന്ദർ ഗംലേ മേം, എന്നെ സുന്ദരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു. ഗംലേ ചെടിച്ചട്ടി. നിങ്ങൾ എന്നെ മുറ്റത്തു നിന്ന് കിളച്ചെടുത്തിട്ട് സുന്ദരമായ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു. ഫിർ സജാലിയ ഗർക്കെ ഡ്രോയിങ് റൂമേം. ഫിർ പിന്നീട്, സജാലിയ അലങ്കരിച്ചു, ഗർക്കെ ഡ്രോയിങ് റൂമേ വീടിൻ്റെ സ്വീകരണ മുറിയിൽ. ഹർ ആനെ ജാനെ വാല ബഡി ഹസ്രത് സെ ദേഖ്താ ഹേ. വീട്ടിൽ വരുന്നവരും പോകുന്നവരുമെല്ലാം വളരെ ആകാംക്ഷയോടെ നോക്കി. അവർ ധീരെ ധീരെ മീം ബോൺസായി മീം തബ്ദീൽ ഹോ ഗയി. പതുക്കെ പതുക്കെ ഞാൻ ആ ചെടിച്ചട്ടിയിലെ ചെടിയായി മാറി. മൗസംനെ ഫിർ കറുവട്ടിലി. കാലം പിന്നെയും മാറി മറിഞ്ഞു. മുझमें ലഗെ ഫൽ ഫൂൽനെ തുമ്നെ ഫിർ ഡരായ. എന്നിലുണ്ടായ പഴങ്ങളും പൂക്കളും നിങ്ങളെ ഭയപ്പെടുത്തി. അബ്കി തുമ്നെ മുझे ഉഗാഡ് ഫേങ്ക ഘൂരെ പർ. ഇപ്പോൾ നിങ്ങൾ എന്നെ പാഴ്വസ്തുവിലേക്ക് പിഴുതെറിഞ്ഞു. ആവോ ദേഖ് കർ ജാവോ. വരൂ, എന്നെ വന്ന് കണ്ടിട്ട് പോകൂ. യഹാ മേരി ജഡേം ഔർ ഫൈൽ ഗയി ഹൈ. ഇവിടെ എൻ്റെ വേരുകൾ വീണ്ടും പടർന്നു പിടിച്ചു. മുറ്റത്ത് മരമായി വളരേണ്ട ഒരു ചെടിയാണ് ചെടിച്ചട്ടിയിൽ നട്ടത്. ഇവിടെ കവയത്രി ഉപയോഗത്തിന് ശേഷം ചവറ്റുകൂനിയിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യൻ്റെ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്.